ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഇഫ്താറിന് കുടിക്കാൻ പറ്റിയ ചൂടിനെല്ലാം കുടിക്കാനും കഴിക്കാനും പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് നന്നായിട്ട് കലക്കിയെടുക്കാം. കലക്കിയതിന് ശേഷം ഇത് മാറ്റി വെക്കാം. പിന്നെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. 2 കപ്പ് പാലെന്ന് പറയുമ്പോൾ 500 ml ആണ്. പിന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഗ്യാസ് ഓണാക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. പാലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ കൂടുതൽ പഞ്ചസാര ഈ നോമ്പ് സമയത്ത് ചൂടുന്ന സമയത്ത് കുടിക്കാത്തതാണ് നല്ലത്. അപ്പോൾ കൂടുതൽ ദാഹം ഉണ്ടാവും. അപ്പോൾ ഒരു ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കലക്കി വെച്ച കസ്റ്റർഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ നിന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തെങ്കിലും പാട പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അനാർ, ആപ്പിൾ, പിന്നെ പൈനാപ്പിൾ, പച്ചമുന്തിരി ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇഫ്താറിൻ്റെ ടൈമിൽ കുടിക്കാനും അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.